ഇന്നിപ്പോൾ നമ്മൾ മാങ്ങ ഉപ്പിലിടാൻ പോവാണ്. നല്ല മൂത്ത മാങ്ങയാട്ടം. ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിടാം. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിടാം. നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഈ പാത്രത്തിലാണ് ഉപ്പിട്ടേക്കണത്. നമുക്ക് കുപ്പിൻ്റെ പാത്രമൊന്നും കിട്ടില്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കും. നല്ല മഞ്ഞ കളറുള്ള മാങ്ങ, പഴുക്കാനായിട്ടുള്ള മൂത്ത മാങ്ങ. പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം മാങ്ങ ഉപ്പിലിട്ടത്, മാങ്ങ മുളക് പൊടി ഇട്ടിട്ട് കഴിക്കാം. കഥകളൊക്കെ കുറേ പറഞ്ഞ് പഴയ ചെറുപ്പത്തിലുള്ള കഥയും പിന്നെ നമ്മളെ കുഞ്ഞുകാലത്ത് തറവാട്ടിലേ നിന്നത്, അപ്പോൾ തറവാട്ടിൽ നിന്ന് വലുതായ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാങ്ങ ഏകദേശം ഇതാക്കണം. ഇത്ര മുറിച്ച് ഇനി 2 മാങ്ങയും കൂടെ ഇവിടെ അല്ലേ. പക്ഷേ അയൽവാസികളുടെ വീട്ടിലൊക്കെ ഇതൊക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല, എല്ലാം കിട്ടുന്നത്. മാങ്ങ ചെത്തി ഇപ്പോൾ ഇങ്ങനെ ഒരു പീസാക്കി വെച്ചത്, കുഞ്ഞു പീസാക്കി. നമ്മളെ വീഡിയോയിൽ സപ്പോർട്ട് തരുന്ന ആൾക്കാർ കാണാനും വിചാരിക്കും ഇതുപോലെ കുറച്ചും കൂടെ ആളുണ്ടെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തിയാണ്. കാരണം ആകെയിൽ കുറഞ്ഞ ആളിപ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ളൂ, ഒരു 5-10 ആൾക്കാർ. പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ള ആൾക്കാരിന്. അപ്പോൾ ഈ ഒരു ആൾക്കാർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പാണ് നമ്മളിടുന്ന വീഡിയോസ് എന്തായാലും റീച്ച് ആവും. കുറച്ച് ഉപ്പ് ഇടുന്നുള്ളേ. 2 മുളകായിട്ട് നമ്മൾ ബാക്കി നമ്മൾക്കൊന്ന് ലുലുവിൽ പോകുന്നുണ്ട്. ലുലുവിൽ വാങ്ങിയിട്ട് ചീരമുളക് കിട്ടും. അപ്പോൾ ചീരമുളക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ മുളകില്ലേ അതിട്ട് ഇടാം. ഇപ്പോൾ 2 ഇട്ടെടുക്കേ. ഈ മാങ്ങയിലേക്ക് വേണ്ട ഉപ്പ് കേട്ടോ. ഇതിൽ വിനാഗിരി ആട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഇത് നമ്മളിനി അടച്ചു വെക്കാം.